കേരളത്തിലെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോഴൊരു ഹീറോ ഉണ്ട്. ഈ ഹീറോ എന്ന് പറയുമ്പോഴത്തേക്കും സീസണിലാണ് ഹീറോയുടെ സ്ഥാനം. കാരണം വെച്ചാൽ ഓരോ സീസണിലും ഓരോ ഹീറോ വരാറുണ്ട്. കുറച്ചു കാലം മുൻപായിട്ട് അരിക്കൊമ്പനായിരുന്നു. അതിനുശേഷം പിന്നെ ഇടുക്കിയിലെ മറിയച്ചേട്ടത്തി വന്നു. അതിനുശേഷം പിന്നെ റോബിൻ ഫാൻസായിരുന്നു. റോബിൻ ബസ്സിൻ്റെ ഫാൻസും അതിൻ്റെ മുതലാളി. അങ്ങനെയാണ് സീസണിലായിട്ടുള്ള ഹീറോസ്. ഇപ്പോൾ അവരുടെ ഹീറോ എന്ന് പറയുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായിട്ട് വഴക്കിട്ട KSRTCയിലെ ഡ്രൈവറാണ്. ആ ഡ്രൈവറാണ് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകരുടെ ഹീറോ. ആ ഹീറോയെ വെച്ചുകൊണ്ട് അവർ ഒരുപാട് ചർച്ചകൾ വരെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, നീതിയുടെ പൊൻകിരണങ്ങൾ കിട്ടിത്തുടങ്ങിയ ഡ്രൈവർ മോനെ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർ വരെയുണ്ട്. മുതിർന്ന മാധ്യമ പ്രവർത്തകർ വരെയുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്താണ് നീതി? അത് മുഖ്യധാര മാധ്യമ പ്രവർത്തകർ ചിന്തിക്കുന്നതേയില്ല. അവർക്ക് എങ്ങനെയെങ്കിലും മേയറിനെ രൂക്ഷമായിട്ട് വിമർശിക്കണം. എന്തുകൊണ്ട് മേയർ വിമർശിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേയർ ഒരു CPM കാരി ആയതുകൊണ്ട് മാത്രമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ഉദാഹരണമുണ്ട്. രൂക്ഷമായിട്ട് മേയറെ വില്ലനാക്കാനും ആ KSRTC ഡ്രൈവറെ, ആ മാന്യദേഹത്തെ ഹീറോ ആക്കാനുമാണ്, നായകനാക്കാനുമാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർക്ക് താല്പര്യം. പക്ഷേ ഹീറോയുടെ പഴയ കഥകൾ ഓരോന്നേറെ പുറത്തു വരികയാണ്. പഴയ കഥകൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ, ആ മാന്യദേഹത്തിൻ്റെ പഴയ വീരചരിത കഥകൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഹീറോ അല്ല, അതല്ല ഒന്നാന്തരം വില്ലനും സീറോയും ആണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യാം. പക്ഷേ മാധ്യമപ്രവർത്തകർക്ക്, മാധ്യമങ്ങൾക്ക് CPMനെ എങ്ങനെയെങ്കിലും കഴിവിലേറ്റിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ മേയർക്കെതിരായിട്ട് രൂക്ഷമായ വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. മാത്രമല്ല, മേയർക്കെതിരെ, മേയറുടെ പാർട്ടിക്കെതിരെ, മേയറുടെ ഭർത്താവും CPMന്റെ MLA ആയിട്ടുള്ള സച്ചിൻ ദേവിനെതിരെയും രൂക്ഷ വിമർശനമാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ ആരുടെ ഭാഗത്താണ് നീതി എന്ന കാര്യം അന്വേഷിക്കാൻ അവർക്ക് സമയമേ ഇല്ല, മെനക്കെടുന്നുമില്ല. ഇത്രയൊക്കെ നടക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് ഒരു നടിയാണ്. നടിക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇതേ ഡ്രൈവറിൽ നിന്ന്. അതിനെക്കുറിച്ച് ആ നടി എഴുതിയിട്ടുണ്ട്. അത് എഴുതിയ നടിയുടെ പേര് റോഷ്ന ആൻഡ്രോയ് എന്നാണ്. റോഷ്ന ആൻഡ്രോയ് വ്യക്തമായിട്ട് ഫേസ്ബുക്ക് കുറിപ്പായിട്ട് ഇക്കാര്യം എഴുതിയിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് ഭയങ്കര ചർച്ചയായ സമയത്ത് ഈ മാന്യദേഹത്തിൻ്റെ, ഈ KSRTC ഡ്രൈവറുടെ ചിത്രം കണ്ടപ്പോഴാണ് അവർക്ക് ഓർമ്മ വന്നത്, ഇതേ ആൾ തന്നെ എനിക്കെതിരെ ഇതേപോലെ തന്നെ പ്രവർത്തിച്ചുണ്ടല്ലോ എന്ന്. അത് വ്യക്തമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അതിൽ റോഷ്ന ആൻഡ്രോയ് എഴുതിയ കാര്യം ഇങ്ങനെയാണ്: ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു ഇതാണ് ഡ്രൈവർ യദുവിന് കിട്ടിയിട്ടുള്ളത്. എൻ്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടി ആൾക്കാരാണ് സാക്ഷി, കൂടെ സ്ഥലം MVDയും. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. എന്നിട്ട് അവർ പറയുകയാണ്, ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ. മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോവുകയായിരുന്നു ഞാനും എൻ്റെ സഹോദരനും. കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികൾ ആയിരുന്നുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്ലോ മൂവിങ് ആയിരുന്നു ആൾറെഡി. ഈ സെയിം KSRTC ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെ മറികടന്നെത്തുകയും എൻ്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇയാൾ ഇടിച്ചില്ലെന്ന മട്ടിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി. ഞാൻ വണ്ടി നിർത്തി സൈഡാക്കിയെങ്കിലും സ്ലോ മൂവിങ് ഏരിയ ആയതുകൊണ്ട് വീണ്ടും ഈ KSRTCക്ക് പുറകിൽ തന്നെ എത്തി. ഒരു രീതിയിലും സൈഡില്ലാത്ത ഏരിയ, അപകട മേഖല, പതുക്കെ പോവുക എന്ന വാണിംഗ് ബോർഡ്സ് എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് KSRTC ബസ്സുകാർ. ഞാനും വാശിയായി. അദ്ദേഹം എൻ്റെ പുറകിൽ കിടന്ന് ഹോൺ മുഴക്കിയ പോലെ ഞാനും നല്ല രീതിയിൽ ഹോൺ അടിച്ചു. വെരി ഫാസ്റ്റ്ലി എനിക്ക് റിപ്ലൈ കിട്ടി. അദ്ദേഹം നടു റോഡിൽ വണ്ടി നിർത്തി. അത്രയും യാത്രക്കാരുണ്ടായിരിക്കെ റോക്കി ബായ് കളിക്കാൻ ഇറങ്ങി വന്നു. അയാൾ വളരെ മോശമായാണ് സംസാരിച്ചത്. ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയുമില്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു. ഷോ കാണിച്ച് അയാൾ വണ്ടി എടുത്തു പോവുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിൻ്റെ അമർഷം കുറച്ചൊന്നുമായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ KSRTC ബസ് ആളുകളെ കയറ്റാൻ സൈഡാക്കി. ഞങ്ങൾ മുന്നോട്ട് പോരുകയും ചെയ്തു. അപ്പോഴാണ് MVDയെ കണ്ടത്. ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വിശദമായി അവരോട് പറഞ്ഞു. അകലെ നിന്ന് KSRTC ബസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടതേ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി. അവിടെയും കുറേ നാടകം കളിച്ചു ഇയാൾ. പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു.
ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു അയാളുടെ ഇത്ര മോശമായ സ്വഭാവത്തെ ഓർത്ത്. തിരുവനന്തപുരം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ KSRTC ബസ്സിന് പിറകിൽ ഒരു നമ്പറുണ്ട്, അവിടേക്ക് വിളിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു. അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനൊരു നമ്പർ നിലവിലില്ല. ഇയാൾക്ക് ഇപ്പോൾ ഇങ്ങനൊരു കേസ് വന്നത് സഹായകരമായി. മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായി എന്നോട് കാണിച്ചതിൽ യാതൊരു വണ്ടറുമില്ല. സ്ഥിരം റോക്കി ഭായ് ആണ് പുള്ളി. ഇങ്ങനെ KSRTC ഡ്രൈവർ ആയതുകൊണ്ട് യദുവിന് എന്ത് തോന്നിവാസവും കാണിക്കാവുന്ന അഹങ്കാരം തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നു പോയിട്ടുണ്ടാകും. ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിവിടെ പോസ്റ്റ് ഇടുന്നത്. ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്തത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നു. വെറുതെ ആരും KSRTC ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കില്ലല്ലോ. ഇത്രയും പറഞ്ഞാണ് റോഷന ആൻഡ്രൂ തൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. വ്യക്തമായിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത്. മേയർക്കുണ്ടായതുപോലുള്ള അതേപോലത്തെ ഒരു അനുഭവം ഈ നടിക്കും ഈ അഭിനേത്രിക്കും ഇതേ ഡ്രൈവറിൽ ഇതേ KSRTC ഡ്രൈവറിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഈ ഹീറോ, ഈ റോക്കി ബായ് കളിക്കുന്ന ഈ ഹീറോ വെറും സീറോ ആണെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഇതേ ഡ്രൈവറിൻ്റെ ഇതേ മാന്യദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ വേറെ ഒരുപാട് കഥകൾ കിട്ടും. ഇതുപോലത്തെ കിട്ടുന്നൊരു കഥയെക്കുറിച്ച് ഒരു മാധ്യമപ്രവർത്തകൻ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഒരു പ്രധാനപ്പെട്ട ചാനൽ ചർച്ചയ്ക്കകത്ത് ഇതേ മാന്യദേഹമുള്ള സമയത്ത് സംസ്ഥാനത്തെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഈ കുറിപ്പ് വായിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ രൂക്ഷമായ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ KSRTC ഡ്രൈവറായിട്ടുള്ള ഈ മാന്യ ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പഴയ ചർച്ചയാവേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല നേരത്തെ തന്നെ ഇതുപോലെ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ FIR റിപ്പോർട്ട് പരസ്യമായിട്ട് വായിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള റിപ്പോർട്ടാണെന്ന് നമ്മളെല്ലാം കണ്ടതുമാണ്. അപ്പോൾ നീതി ആരുടെ പക്ഷത്താണെന്ന് വ്യക്തമാകുന്നതാണ്. മാത്രമല്ല ഈ മീഡിയ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം കളിച്ച ആ കളി എന്തുകൊണ്ടായിരുന്നു എന്ന് വ്യക്തമാകുന്നതാണ്. ആ കളി എന്തുകൊണ്ടായിരുന്നു? വാദിഭാഗത്ത് ഒരു CPM കാരി ആയതുകൊണ്ട് മാത്രമേ, ഒരു കമ്മ്യൂണിസ്റ്റുകാരി ആയതുകൊണ്ട് മാത്രമായിരുന്നു ഇത്രയും മോശമായ കളികൾ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ കളിച്ചത്. പക്ഷേ ആ കളികൾ ഓരോന്നോരോന്നെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിക്താനുഭവങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അവർ ഓരോരുത്തരായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ആളുകൾ പുറത്ത് വരാനുണ്ട്. നിങ്ങളുടെ ഹീറോ വീണ്ടും സീറാവും പോകുന്നതേ ഉള്ളൂ എന്ന് മാത്രമേ എടുത്തു പറയാനുള്ളൂ.